നിങ്ങൾ ഈ കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ ചിക്കൻ ഒന്നുമല്ല, ഒറിജിനൽ ചിക്കൻ തന്നെയാണ്. ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കടയില്ലേ, ഈ കടയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് അൽഫാമാണ്. പക്ഷേ ഞാൻ ചെന്നപ്പം അൽഫാം ആയിട്ടില്ല. അവരിങ്ങോട്ട് തന്നെ ചോദിച്ചു മന്തി എടുക്കട്ടെന്ന്. മന്തി നമ്മുടെ ഒരു വികാരമായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എടുത്തോളൂ ചേട്ടാ. മിക്കവാറും ഞാൻ കയറുന്ന ഹോട്ടലിലെല്ലാം എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് അവര് മന്തി കൊണ്ട് തരാറുള്ളൂ. ഇത് എനിക്ക് ഒന്ന് കൂടിപ്പോയാൽ 1-2 മിനിറ്റിനുള്ളിൽ എനിക്ക് സാധനം മൊത്തം എന്റെ ടേബിളിൽ കിട്ടി. അതൊരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. അങ്ങനെ അവർ കൊണ്ടുവച്ച സാധനത്തിൽ നിന്ന് നമ്മൾ കുറച്ച് റൈസും മയോണൈസും എടുത്തു, പിന്നെ ചിക്കൻ പീസും എടുത്തു. പക്ഷെ ചിക്കൻ പീസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് അത് അത്ര അങ്ങോട്ട് വെന്തിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തത് നോർമൽ മന്തിയാണ്. പക്ഷെ ആ മന്തിയുടെ ചിക്കന്റെ ആ പുറത്തുള്ള ലെയറില്ലേ, ആ തൊലി പോലെ ഇരിക്കുന്ന ആ സാധനം പോലും മര്യാദയ്ക്ക് വെന്തിട്ടില്ല. ഞാൻ ആ ഒരു പുറത്തെ ആ ഒരു തൊലി എടുത്ത് ഇങ്ങനെ വലിച്ചൊക്കെ നോക്കി എങ്ങനെയും ഒന്ന് മുറിയുമോ എന്ന്. പക്ഷെ വേവാത്തത് കാരണം ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുകയല്ലാതെ അത് മുറിഞ്ഞൊന്നും വരുന്നില്ല. അതങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്റെ വയറ് കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ചിക്കനും കഴിച്ചില്ല. ആ ഒരു ചിക്കൻ കഴിക്കാത്തതിന്റെ മെയിൻ കാരണം ഈ പുറത്തെ ലെയർ പോലും നല്ലപോലെ വെന്തിട്ടില്ല. അപ്പൊ പിന്നെ അകത്തെ കാര്യം എനിക്ക് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നത്. പിന്നെ റൈസ് ഞാൻ കുറച്ച് കഴിച്ചു, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മയോണൈസ് ഒക്കെ വെള്ളം പോലെ, അതൊക്കെ ഞാൻ ഇങ്ങ് സഹിച്ചു. പക്ഷെ ചിക്കൻ വേവിക്കാതെ തന്നത് അത്ര അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. പിന്നെന്താ, ആദ്യമായിട്ടാണ് ഞാനൊരു മന്തിക്കടയിൽ കയറിയിട്ടുണ്ട്. ഇത്രയും റൈസും ബാക്കി വെച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ കടക്കാരോട് പറഞ്ഞു ചിക്കൻ പോലും വെന്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിക്കുക. ഈ ആൾക്കാരൊക്കെ കടയിൽ കയറി കഴിക്കുന്നത് തന്നെ അവർക്ക് ആ ഒരു കടയിൽ നിന്ന് നല്ല ഫുഡ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരൊക്കെ കയറുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ വേവിക്കാതെ ചിക്കനൊക്കെ കൊടുക്കാതിരിക്കുക, നല്ലപോലെ കുക്ക് ചെയ്തൊക്കെ കൊടുക്കുക. വെറുതെ എന്തിനാ ആൾക്കാർക്ക് ഫുഡ് പോയിസണും ഒക്കെ വിളിച്ചു വരുത്തി, എന്തിനാ വെറുതെ. പിന്നെ ഞാൻ ആ കടയിൽ ചെന്നപ്പം എനിക്ക് കിട്ടിയ ഫുഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഫുഡിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പം അന്നൊരു ദിവസം മാത്രമായിരിക്കും അങ്ങനെ ഒരു കുഴപ്പവും വന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ കൂടുതലൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതായത് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം സെറ്റായിട്ട് പോകും. ഏതായാലും എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.